നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടോ, ഇയാള് സത്യം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. താനിങ്ങനെ സങ്കടപ്പെടല്ലേ? എന്റെ ചങ്ക് പൊള്ളുക താനിങ്ങനെ സങ്കടപ്പെടുമ്പോ. ഞാൻ ഇനി എന്ത് സത്യം പറയേണ്ടത്? സത്യയുടെ കാര്യം ഈ വീട്ടിലെ കുഞ്ഞു തന്നെയാ സത്യം ഞാൻ പറഞ്ഞില്ലേ? സത്യമേട അതേ ചോര. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ തുറന്നു പറയാ? ചങ്ക് തുറന്നു കാട്ടാൻ പറ്റൂ? എന്നെയല്ലേ വിശ്വാസമില്ലാത്തത്? എടോ, പക്ഷെ ഏട്ടത്തിമ്മ പറഞ്ഞത് ശരിയല്ല ആശാനെ. ഏട്ടത്തിമ്മ വിശ്വാസം വേണമായിരുന്നു ആശാനെ. ഒന്ന് ചോദിക്കും പറയും ചെയ്യാതെ ആശാനെ ചാടിക്കറി കല്യാണം കഴിച്ചത്. കമല, അത് അങ്ങനെയൊന്നും അല്ല. വിഷ്ണു, കാർത്തികൻ നിന്നെ അന്വേഷിക്കുന്നു. നീ കഴുത്തിൽ താലി കെട്ടിയ ഭാര്യ. അതിനേക്കാൾ വലുതായിട്ട് ആരാടാ നിനക്ക്? ഒരിക്കൽ നിന്നെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞിട്ട് പോയവളാ. നിന്നെ ഒരാളെ മാത്രം വിശ്വസിച്ചിട്ടാ അനാഥയായി ഇവള് നിന്റെ കൈ പിടിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. വിഷ്ണുട്ട പൊയ്ക്കോ. വിശ്വസിക്കാനും കാത്തിരിക്കാനും ഒക്കെ എന്നെക്കാൾ അവകാശപ്പെട്ടവര് അകത്തുണ്ട്. വിഷ്ണു, ഒന്നിങ്ങോട്ട് വാടാ. കമല, നീ ഫംഗ്ഷന് വന്നതാണോ അതോ? ഞാൻ പോയി സത്യമേ. ഓരോ വാനരന്മാർ ഇറങ്ങിക്കോളും. കോളനിയിലെ കുഞ്ഞുങ്ങൾക്കും എന്തൊക്കെയായാലും സ്കൂളിന്റെ പടി ചവിട്ടാലോ എന്ന് കരുതിയാ ഞാനിതിന്റെ പിന്നാലെ നടക്കുന്നേ. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഹരീഷ് സാറിനൊക്കെ ഒരുപാട് വലിയ കമ്പനികളുമായിട്ട് ബന്ധമുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള വിവരമുണ്ട്. അത് നമുക്ക് ഗുണം ചെയ്യല്ലോ. പിള്ളേർക്ക് ഗുണമുണ്ടാവുന്ന കാര്യമായതുകൊണ്ടല്ല അവനൊക്കെ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. 4 കാശ് എവിടെ നിന്നെങ്കിലും കക്കാലോ എന്നുള്ളത് കൊണ്ടാ അവനൊക്കെ ഇതിന്റെ പേരില് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നു മാതാവിനറിയാം. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഹരീഷേ. ഇതിൽ നിന്ന് നിനക്ക് നല്ല കൊള്ള ലാഭമുണ്ട്. സജിസറെ, അത് ശാലിനി മേഡം പ്ലാൻ ചെയ്ത ഏണി മെമ്പർ പദ്ധതി സതുദ്ദേശപരമാ. കടപ്പുറത്തും കോളനിയിലും ഒക്കെ സ്കൂളിൽ അയക്കാതെ ദിവസ ജോലിക്ക് കൊണ്ടുപോകുന്ന കുട്ടികൾക്കൊരു വരുമാനം. സ്കൂളിൽ പഠിച്ചിട്ട് വരുമ്പോ ദിവസക്കൂലി പോലൊരു തുക കയ്യിലിരുന്ന ഏത് അച്ഛനമ്മമാരാ ഇന്ന് മക്കളെ സ്കൂളിലേക്കകത്ത്? പക്ഷെ അതിന്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പരിപാടി നീ കൂട്ടിച്ചേർത്തപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ അതിന് പിന്നൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന്. അയ്യോ,
അതിന് പിന്നിൽ എന്തോന്ന് ഹിഡൻ അജണ്ട? പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല ഭക്ഷണം കിട്ടിക്കോട്ടെ എന്ന സതുദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ. എന്തോന്ന് സതുദ്ദേശം? പഴയ പോലെ കഞ്ഞിയും പയറും ഒന്നും അല്ല ഇപ്പൊ സ്കൂളിൽ വിളമ്പുന്നത്. അവിയലും പരിപ്പ് കറിയും തോരനും എരിശ്ശേരിയും സോയയൊക്കെ കൂടിയുള്ള ഒന്നാം തര ഊണ. പോരെങ്കിൽ പാലും മുട്ടയടക്കമുള്ള പോഷകാഹാരങ്ങളുണ്ട്. ഇതിനിടയിൽ എന്തിനാ ഒരു സ്വകാര്യ കമ്പനി വന്ന് ഈ കുട്ടികൾക്ക് മാത്രം പ്രത്യേകം ഭക്ഷണ പാക്കറ്റ് കൊടുക്കുന്നത്? സാറേ, 10 പൈസയുടെ ലാഭം ഉദ്ദേശിച്ചല്ല അവര്. നീ പറയുന്നു അവരുടെ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയാണെന്നും മാർക്കറ്റിൽ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണെന്നും. ആ, അത് തന്നെയാ സാറേ ശരി. പക്ഷെ നടക്കത്തില്ല ഹരീഷേ. നീ കൊണ്ടുവന്ന ഈറ്റയുടെ എന്ന ഈ കമ്പനിയെ പറ്റി ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ഷവർമ്മ പോലുള്ള ജങ്ക് ഫുഡൊക്കെ കൊടുത്ത് ആളെ കൊന്നിട്ടുള്ള കമ്പനിയാ അത്. സർക്കാരിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതൊന്നും ഈ പദ്ധതി ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ പദ്ധതിയിൽ ജില്ലാ ഭരണകൂടത്തിന് ഒരു കാര്യസ്ഥന്റെ റോൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ കളക്ടർ മേഡം പറഞ്ഞത്? അപ്പോ പുറത്തുനിന്നുള്ളവരുടെ പങ്കാളിത്തം ആകാമല്ലോ എന്ന് കരുതി ആളെ കൊല്ലുന്ന കമ്പനിയെ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കാൻ പറ്റുമോ കാര്യസ്ഥന്? സാറിന്റെ സംശയങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇപ്പൊ തൽക്കാലം ഒന്ന് കണ്ണടക്കി. സാറിന് വേണ്ടത് തടയും. ഹരീഷേ, ഞാൻ ഹരിചന്ദ്രനാണെന്നും പറയുന്നില്ല. പക്ഷേ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ വിഷം കലക്കുന്ന പോലുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാൻ പറ്റില്ല. ശാലിനി മേഡം കളക്ടറായി വന്നതിന് ശേഷം എനിക്കും കുറച്ചൊക്കെ കണ്ണു തുറന്നു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ സാർ ഒപ്പിടാതെ ഈ പദ്ധതി നടക്കുകയേയില്ല. പദ്ധതി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ നിന്ന് കരിമ്പട്ടിയെപ്പെട്ട ഈ കമ്പനിയെ മാറ്റണം. അല്ലാതെ സാർ ഒപ്പിടില്ല? ഇല്ല. എന്നാലേ ആ വരാന്തയിൽ നിൽക്കുന്ന കടപ്പുറംകാരോടും കോളനിക്കാരോടൊക്കെ പറഞ്ഞേക്ക് ഏണിംഗ് മെമ്പർ പ്രോജക്ടിന്റെ ഫയല് സാർ ഒപ്പിടില്ലെന്ന്. എനിക്ക് അവരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ശാലിനി മേഡമാണ് എന്റെ ബോസ്. സൈസാറ് സൈസാറ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് സാറിന്റെ പോക്കറ്റിന്റെ അടുത്ത് വരെ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയില്ല സാറേ. 1ഉം 2ഉമല്ല, ലക്ഷങ്ങളാ തടയുന്നത്. ശാലിനി മേഡം ഒന്നും അറിയാൻ പോകുന്നില്ല. പദ്ധതിയൊക്കെ അതിന്റെ വഴിയേ അങ്ങ് നടന്നോളും. ഹരീഷേ, ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിന്ന് എന്റെ സമയം മെനക്കെടുത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി വാഗ്ദാനം ചെയ്തെന്ന് പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് നിന്നെ ഞാൻ പിടിപ്പിക്കും. ഇനി എന്താ ചെയ്യേ? ആ, വഴിയുണ്ട്. ഒരു വള്ളം നിറയെ മീൻ പിടിക്കാൻ ഇത്രയും നേരം വേണ്ട കേട്ടോ. നിനക്ക് എപ്പോഴും ഈ മീൻപിടുത്തത്തിന്റെ കാര്യം ഉള്ളോ വിക്രേ? വള്ളവും മലയായിട്ടേ കടലിലേക്കൊന്ന് ഇറങ്ങി നോക്ക്. അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ആ ദേ, വലയായിട്ട് പോയ മുക്കവും വരുന്നുണ്ട്. മീൻ എന്തെങ്കിലും തടഞ്ഞോ ആവോ? എന്താ ഹരീഷ് സാറേ കാര്യം? അത് നടക്കത്തില്ല മെമ്പറെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.